ആരാ? തീരുമാനിച്ചുറപ്പിച്ചല്ലേ? എന്ത്? ആരാ നീ? രുക്കു. ഗിരിധരനെ വേണ്ട, മുകുന്ദനുണ്ണിയെ മതി. നീ തന്നെ തീരുമാനിച്ചുറപ്പിച്ചു നിന്റെ കല്യാണം അല്ലേ? ഒരാൾക്കൊപ്പം ജീവിക്കാൻ വിടില്ല ഞാൻ നിന്നെ. അങ്ങനെ നീ രക്ഷപ്പെടണ്ട. നിന്നെ എന്നല്ല, ആരെ അവശേഷിപ്പിക്കില്ല ഞാൻ. നീ ആരാ? ഞാൻ ആരാണെന്ന് നിനക്ക് അറിയണം അല്ലേ? നമുക്ക് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വിൽ ഗോ ടു പബ് പ്ലീസ്. നോ ഗിരി പ്ലീസ്. മുത്തശ്ശ എവിടേക്കാ? ഗിരിയേട്ടന്റെ ഒപ്പം ഒരു ബിഗ് പർച്ചേസ്. മുത്തശ്ശ വരുന്നുണ്ടോ? ഇല്ല. ആ പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താ? ഞാൻ പ്രഷറൈസ് ചെയ്തിട്ട് വല്യമ്മ യുഎസിൽ നിന്ന് വരുന്നുണ്ട്. ഓ, കല്യാണം അടിച്ചു പൊളിക്കാം. വെറുതെയല്ല എന്റെ ഡോട്ടറിലോ എന്റെ മുഖത്ത് ഈ സന്തോഷം കണ്ടത്. വീരേന്ദ്രന്റെ പുന്നാര കുട്ടിയല്ലേ നീ. ഗോ ആൻഡ് എൻജോയ് മൈ ഓൺലി സൺ. അണ്ടർസ്റ്റാൻഡ്? നീ എന്താ വീണ്ടും എന്നെ കുരങ്ങളിപ്പിക്കാണോ? മാളു, എനിക്ക് മനസ്സിലാകുന്നില്ല. നീ എന്താ ഇങ്ങനെ? അടുത്തേക്ക് വരരുത്, എന്റെ അടുത്തേക്ക് വരരുത്. എല്ലാം ഉപേക്ഷിച്ച് പോകാൻ ഒരുങ്ങിയവനാ ഞാൻ. എന്നിട്ടും നീ എന്നെ ഇവിടെ പിടിച്ചു നിർത്തി. എന്താ മാളു, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? എനിക്കറിയണം. വേണ്ട മാളു, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. നീ എന്റെ അരികിൽ വരുന്നത് പോലെ എനിക്ക് വെറുപ്പാ. പോ എന്റെ മുമ്പിൽ നിന്ന്. ഒരു രാത്രി കൊണ്ട് എന്നെ വെറുക്കാൻ മാത്രം ഇവിടെ എന്താ സംഭവിച്ചത്? എനിക്കതറിയാം. മാളു, ആരാടാ മാളു? ഞാൻ മാളു ചന്ദനയൊന്നല്ല. ഷേണായി മന്ദിരത്തിൽ വിനാശത്തിന്റെ വിതറിക്കാൻ വന്നവൾ. ആദ്യം ഞാൻ കുടിയിരിക്കുന്ന ഇവൾ, പിന്നെ നീ, പിന്നെ ഷേണായി മന്ദിരം. നിനക്കെന്നെ ബന്ധിക്കണമല്ലേ? പണ്ട് നിന്റെ അച്ഛനെ ബന്ധിച്ച് നിലവറയിൽ അടക്കിയത്. അവിടുന്ന് പുനർജനിച്ചവളായിരിക്കും. മന്ത്രങ്ങൾ അറിയാത്ത നിനക്കെന്നെ ബന്ധിക്കാൻ കഴിയുമെങ്കിൽ പാടാ. ഒന്ന് ബന്ധിക്കടാ. ഒന്നിലും വിശ്വാസമില്ലായിരുന്നു, ഒന്നിലും. കുട്ടിക്കാലം മുതലേ അച്ഛൻ പഠിപ്പിച്ചു തരാൻ ശ്രമിക്കുമ്പോഴൊക്കെ പേടിയായിരുന്നു. പിന്നെ ജീവിക്കാനുള്ള വേഷം കെട്ടലുകൾക്കിടയിൽ അച്ഛൻ തല്ലി പഠിപ്പിച്ചതെല്ലാം മറന്നു. പക്ഷേ ഇപ്പൊ മനസ്സ് നിറയെ അച്ഛനോടുള്ള ഭക്തി, പ്രാർത്ഥന, അത് മാത്രമേ ഉള്ളൂ. ആ അച്ഛനെ മനസ്സിൽ ധ്യാനിച്ച് നീ ധൈര്യമായിട്ട് ഇറങ്ങടാ. തലമുറകളായി കിട്ടിയ സിദ്ധി നിന്റെ ഉള്ളിലുണ്ട്, അത് നീ പ്രയോജനപ്പെടുത്തണം. വിശ്വസിക്കണം മോന്ത, ദൈവം ഉണ്ടെങ്കിൽ ചെകുത്താനില്ലാതെ വരൂ. അവളെ ബന്ധിക്കാൻ നിനക്ക് കഴിയും, നിനക്കേ കഴിയൂ. ഓം ശ്രീരുദ്രനേത്രാഗ്നി സമുദ്ഭവേ ഭദ്രേ രക്തപട്ടാംബരേ കാളികേ ശൂലഖഡ്ഗാധ്യായുധരേ വേദാളസിംഹാസനെ നമോസ്തു കൃപാധാരേ അതിഘോര ബാധാഹരേ.
ചെയ്യാനാവില്ല. ഇരിക്കേ. ഇല്ല. ആത്മാവിന് മോശം കിട്ടാതെ അലയുന്നു നീ. ഇവിടെ നിറങ്ങ്. ഞാൻ പറയുന്നതനുസരിക്ക്. വേണ്ട, എന്റെ കർമ്മം പൂർത്തിയാക്കാതെ ഇവിടെ വിടില്ല ഞാൻ. വിടില്ല. നിന്നെ കൊണ്ട് അനുസരിപ്പിക്കും ഞാൻ. ജീവാത്മാവായ നീ എന്നെ എത്ര പ്രതിരോധിച്ചാലും എനിക്ക് ഇഹലോകവാസം നിഷേധിച്ചവരോടുള്ള പ്രതികാരം തീർക്കാതെ ഞാൻ പോവില്ല. ജനന മരണങ്ങൾ ഈശ്വരഹിതമാണ്. പരേതാത്മാവിന് ഭൂമിയിൽ തുടരാൻ അവകാശമില്ല. അതുകൊണ്ടാണ് ഒരിക്കൽ എന്റെ അച്ഛൻ നിന്നെ തളച്ചത്. അതുകൊണ്ടാ നീയും എന്റെ ശത്രുവായത്. നിനക്കൊന്നും അറിയില്ല. ഒന്നും. എന്റെ നെഞ്ചിലെരിയുന്ന തീ ഞാൻ അനുഭവിച്ച വേദന അത് നിനക്കറിയോ? അറിയോ?